ഇതെവിടെ പോയി നട്ടുച്ചക്ക് ഇവിടെ പോവാ വീടാ ഇത് കണ്ട് പരിചയമില്ലല്ലോ. ഒടിച്ചുകുത്തിച്ചീര ഇവിടെ എല്ലാം നിൽക്കുമായിരുന്നു, അതെല്ലാം വെട്ടി. ഇനി അതിന്റെ പൊട്ടിക്കെളുത്തോളും, മഴക്കാലം അല്ലേ, 3 മഴ കിട്ടിയതാ, ഇനി പൊട്ടിക്കെളുത്തോളും. ഇതിവിടെ കിടന്നോട്ടെ, എനിക്ക് ഇതിനെല്ലാം വളമല്ലേ പ്ലാവിന്, അപ്പൊ ഇവിടെ കിടന്നോട്ടെ. പിന്നെ വേണ്ട, പുറവശത്ത് നിന്ന് മുരിങ്ങ തെങ്ങിന്റെ ഇല വീഴുന്തോറും ഒടിഞ്ഞു പോവാ. അപ്പൊ അത് ഞാൻ കമ്പെടുത്തോണ്ട് വന്ന് കുഴിച്ചു വെച്ച്, ഇനി വെള്ളം ഒഴിക്കണം. ഹൗസിങ് എടുത്തോണ്ട് വന്നേ. വേണ്ട എന്റെ പ്ലാവ്, ഇത് എത്രാമത്തെ പ്ലാവാ? 1 2 3 4 പ്ലാവേ ഉള്ളൂ. 4 പ്ലാവ്. വീഡിയോ ഞാൻ പോസ് എടുക്കും. അയ്യോ, വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. പറഞ്ഞു നല്ലതായിട്ട് ഒഴിക്കാം. ഞങ്ങൾ ഇന്നലെ രാത്രി മംഗലാപുരത്ത് വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ ഈ കളത്തിപ്പടി നിൽക്കാറില്ലല്ലോ, കളത്തിപ്പടി വീട്ടിൽ കൂട്ടിയിട്ടേക്ക് ഞങ്ങൾ വന്ന് ഇതുപോലെ എന്തെങ്കിലും ചെടി പരിപാടിയോ ചക്ക തേങ്ങ പരിപാടിയൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി ഇച്ചിരി നേരം ഒന്ന് പ്രാർത്ഥിച്ചു. AC ഇട്ടൊക്കെ ഒന്ന് വിശാലമായി കിടന്നുറങ്ങിയിട്ടൊക്കെ ഞങ്ങൾ തിരിച്ചു പോകും. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഇന്ന് രാവിലെ വന്നതാ. ഇനിയിപ്പം ഉച്ചയാകുമ്പം ഉച്ചയ്ക്ക് കഴിക്കുന്നില്ല. ഉച്ചയ്ക്ക് കഴിക്കാതെ വൈകുന്നേരം ആകുമ്പോൾ റേഷൻ കട തുറക്കുമ്പോൾ റേഷൻ കടയിൽ നിന്ന് പിന്നെ പച്ചരിയും മണ്ണെണ്ണയും മേടിച്ചിട്ട് പോയി ഇവിടെ വന്ന് അതിവിടെ കയറ്റി വെച്ചിട്ട് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് വരുമ്പോൾ അത് മേടിച്ച് അത് കഴുകി വാരി വെയിലത്ത്, നല്ല വെയിലല്ലേ, വെയിലത്ത് വെച്ച് ഉണങ്ങി. പിന്നെ മുളക് മേടിച്ചായിരുന്നു, ഇപ്പം ചന്തയിൽ പോയി. മംഗലാപുരത്ത് മുളകിന് വിലക്കുറവാന്നായിരുന്നു എൻ്റെ വിചാരം, പക്ഷെ അല്ല, കൂടുതലാണ്. അപ്പോൾ കാശ്മീരി മുളകിന് ഇവിടെ 660, മംഗലാപുരത്ത് 1150. അപ്പോൾ പിരിയൻ മുളകിന് ഇവിടെ 330, അവിടെയും ആ വിലയാണ്. പക്ഷെ കാശ്മീരിക്ക് മാത്രം അവിടെ വില കൂടുതല. കർണാടകയിൽ എല്ലാവരും ഈ കാശ്മീരി ഉപയോഗിക്കുന്നതുകൊണ്ട് അവിടെ അതിന് കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് 660 ആ സെയിം മുളക് വാങ്ങിച്ചു. അന്നേരം ഇനിയിപ്പം നമുക്ക് നാളെ അതും പൊടിക്കാം. 1 കിലോ ഉണ്ട് മൊത്തം. 1 കിലോ അല്ല, 1.5 2.5 കിലോ ഉണ്ട് മൊത്തം. അപ്പോൾ അത് പൊടിച്ചാൽ എനിക്കൊരു 2 വർഷത്തേക്കുണ്ട്. ഫ്രീസറിൽ കയറ്റി വെക്കും. പിന്നെ മല്ലി ഒക്ടോബറിൽ പൊടിപ്പിച്ചുകൊണ്ട് പോയത് 1 കിലോ ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് എന്തുവാ അത്രയൊക്കെ ഉള്ളൂ. അങ്ങനത്തെ പരിപാടിക്കൊക്കെ ഇവിടോട്ട് വരുന്നത്. അല്ലെങ്കിൽ ഈ വീട്ടിൽ നമ്മൾ താമസമില്ലല്ലോ. ഇപ്പം നമ്മൾ മംഗലാപുരത്ത് പോയതുകൊണ്ട് വരുമ്പോൾ എൻ്റെ വീട്ടിൽ കഞ്ഞിക്കുഴിയിലല്ലേ താമസം. അങ്ങനെയൊക്കെയാണ് പരിപാടി. കണ്ട, ഞങ്ങളിവിടെ നല്ല പച്ചപ്പല്ലേ. ഇവിടെ അങ്ങ് നിന്നാൽ ഒരു ഒറ്റ ചൂടും ഇല്ല, വേർക്കയില്ല, ഒന്നുമില്ല. നല്ല പച്ചപ്പും കാറ്റും കണ്ടോ, അതാണ്. എന്നിട്ട് മംഗലാപുരത്ത് ഒയ്യോ മരങ്ങളില്ലാത്തതുകൊണ്ടേ മുഴുവൻ ഫ്ലാറ്റുകളല്ലേ, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഇറങ്ങിയതാണ്. ഇതിന് നല്ലതായിട്ട് വെള്ളം ഒഴിച്ചു. നാളെയും വരുമ്പോൾ ഒഴിക്കും. ചെടി വെച്ച് കഴിയുമ്പോൾ, ചെടിയെല്ലാം മുരിങ്ങ ഏത് സാധനം വെച്ച് കഴിയുമ്പം നല്ലതായിട്ടൊന്ന് തണുപ്പിച്ച് കൊടുക്കണം. പ്ലാവിനും ഇച്ചിരി ഒഴിച്ചേക്കാം. ഇതൊക്കെ 1.5 വർഷം കൊണ്ട് കായ്ക്കും. ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ, ഇതിന് മുമ്പേ ഇതൊക്കെ നല്ല കയറി വന്നേനെ. ഞാനില്ലാത്തതുകൊണ്ട് വെള്ളം ഒഴിയില്ല, നോട്ടക്കുറവല്ലേ. അപ്പോൾ അങ്ങനെ ഇരുമ്പുളി ഉണ്ടോ കാണിക്കാതെ. ഇരുമ്പുളി ഇതിട്ട് മീൻ അങ്ങോട്ട് കറിയും വെക്കണം, പീരയൊക്കെ വെക്കണം. സൂപ്പറാണ്. പിന്നെ വാഴക്കൊല ആയിട്ടില്ല. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴേ ആകത്തുള്ളൂ. മെയ് ലാസ്റ്റ് ആകുമ്പോഴും ഒന്ന് വരണമെന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചക്കയൊക്കെ കുറേ ഇനിയും
മൂക്കാനുണ്ടേ. അപ്പം അതൊക്കെ മൂക്കുമ്പോൾ അതുകൂടെയൊക്കെ കഴിച്ചിട്ട് വേണ്ടേ പോകാൻ. പിന്നെ ഇനി എന്നാ അടുത്ത വർഷമല്ലേ ചക്ക കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് വരണമെന്നൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, അവക്കാഡോ. ഇത് അവക്കാഡോ ഉണ്ടോ, അവക്കാഡോ ഇത്രയായി ഉണ്ടോ, ഇവിടം വരെ പൊക്കമായി. എന്നാടാ ആ എന്നാ ഇനി അവന് വിശ്വാസമില്ല, ഞാനാണോ? ആ ബാക്കിയുള്ളവരാ അവൻ്റെ കൂട്ടുകാരാ. ആ വണ്ടി ആരുടെയിലൊക്കെ കൊടുത്തോ, അവന്മാരുടെയോടൊക്കെ പൈസ മേടിക്കാൻ പറ. ആ ഒരു കൊച്ചിനെ പിടിക്കുവല്ല, ആരെയും പിടിക്കുവല്ല. ഇത് ക്യാമറ പെട്ടെന്ന് ഇങ്ങനെ അടിക്കുക. ആ ചെല്ലാൻ അതാ പറ്റി. അങ്ങനെയാ പറയണ്ട. ആ അങ്ങനെയാ ചെല്ലാൻ. പറയാതെ മീൻകുളം വൃത്തിയാക്കോ. മീനെ കാണിക്കാവേ. ഞങ്ങളുടെ 2 മീൻകുളം കണ്ടോ. അതെന്തിനാ ഇപ്പൊ തുറന്നേ ആ പൈപ്പ്? വെള്ളം കോരി കളയേണ്ടിയല്ലേ? ഇപ്പൊ തുറക്കല്ലോ. ആ അത് മീൻ ചാകരുത്. ചൂല് വേണോ അടിച്ചു കഴിയാൻ? നമ്മുടെ മീനെ കാണിക്കാം. ഒരെണ്ണത്തിനെ ഞങ്ങളിപ്പോൾ കണ്ടു. ബാക്കിയൊക്കെ ചത്തോ ഉണ്ടോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ വർഷങ്ങൾ കൂടി ഇതെടുക്കുക. നമ്മൾ 2022 ഇട്ടത്. അവിടെ പോയി മന്ത്രകാട് പോയി മേടിച്ചു. 4 വർഷമാകുന്നു. ആ പായൽ കളയണ്ട. പായൽ ഉണ്ടാകണ്ട ഇവർ ചാകാതെ കിടന്നു. ഒരു മീനേ ഉള്ളെന്ന് തോന്നുന്നല്ലേ, ബാക്കിയെല്ലാം ചത്ത് കാണും. ഒതുങ്ങിപ്പോയി കിടക്കുക. ഒരു കാര്യം ചെയ്യും, വെള്ളം ഇപ്പം തുറന്ന് വെക്കണ്ട. നമ്മൾ കണ്ട മീൻ എന്ത് ചെയ്യപ്പോൾ വെള്ളം തുറന്ന് വെക്കാതിരുന്നാലേ എളുപ്പം നമുക്കത് കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് പിടിച്ച് നമുക്ക് അപ്പുറത്തോട്ടിടാം. അപ്പുറത്തേത് ഇത് കഴിയുമ്പോൾ ഇങ്ങോട്ടിടാം. സിമെന്റ് ഉണ്ടോ? ഇല്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടം കഴിയുമ്പോൾ അങ്ങോട്ടിടാം. അപ്പൊ ഇവിടെ വെള്ളം അങ്ങനെ അങ്ങ് പോകത്തില്ലല്ലോ, കിടക്കുമല്ലോ. ഇനി ജീവിക്കാൻ പറ്റിയത് ആ പോകും. നമുക്കിപ്പോ പൈപ്പ് തുറന്നു വെക്കാം. അവിടെ ക്ലീൻ ചെയ്യാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അവിടെ കോരി കളയാം. അതിനകത്തെ വെള്ളം അവിടെ പൊട്ടിച്ചാൽ അത് പിന്നെയും അതും പോകും. വേണ്ട അവിടെ തുറന്നു വിടാൻ മേലേ? അവിടെ തുറന്നു വിടാലോ. പൈപ്പ് വല്ലതും അകത്ത് തുറന്നോ? പൈപ്പ് വല്ലതും അകത്ത് തുറന്നു വെച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ ചക്കകൾക്കുണ്ടോ വേറെ മാത്രമാണ് ഞങ്ങളുടെ ചക്ക ഉണ്ടാകുന്നത്. ഇതൊക്കെ ഇനി ഞാൻ മെയ്യിൽ വന്നാലും ജൂണിൽ വന്നാലും മുഴുക്കത്തില്ല. അതുപോലെ വലിയ ആന ചക്കയാകുന്ന ഇത് ഉണ്ടോ, മേളിക്കുണ്ടോ. 35 എണ്ണം ഉണ്ട്. 35. ഇതെല്ലാം മഴ പെയ്യുമ്പം വെള്ളം കയറുമോയെന്ന് സംശയം. എല്ലാം ഇവിടെ കിടക്കട്ടെ. ഞാനിനി മെയ് ലാസ്റ്റും ജൂൺ ലാസ്റ്റും ഒക്കെ വരാം ചക്കയ്ക്ക് വേണ്ടി മാത്രം.
അല്ലേ? എനിക്കിതൊക്കെ ഇട്ടിട്ട് അവിടെ സ്വൈര്യമായിട്ടിരിക്കാൻ പറ്റുമോ? ചക്കയും മാങ്ങയും തേങ്ങയും മീനും റംബുട്ടാനും ലോലിക്കായും അല്ലേ? എനിക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇച്ചിരി പരിപാടിയുണ്ട്. ചിലപ്പോൾ ഈ പ്രാവശ്യം തന്നെ ചെയ്യും. ഇതിനകത്ത് കുറച്ചുകൂടെ മീൻ മേടിച്ചിടണം. നമ്മുടെ ഗപ്പി എല്ലാം പോയി അതെല്ലാം ഇനി മേടിച്ചിട്ട് അത് വാതിക്കെ കൊണ്ട് അത് സെറ്റാക്കണം. അകത്തിരിക്കുന്ന തോട്ടിനകത്ത് അതെല്ലാം റെഡിയാക്കി ഇടണം. അക്വേറിയം. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്യണം. എനിക്ക് മീനെ കണ്ടില്ലേ? ചെളിക്കകത്തിരിക്കുകയായിരിക്കും. കോരിക്കളയാം. പോകുന്നുണ്ട് അതിലെ, അത് ശ്രദ്ധിക്കണേ. അതിലെ ഒഴുകി പോവല്ലേ. നല്ല വലിയതാണ്. ഈ ചെറിയ ഇപ്പിരിക്കകത്തൂടെ എങ്ങനെ പോകാൻ പോകത്തില്ലല്ലേ എന്ന് അനുമാനിക്കാം. അതിലെ തെറിച്ച് പോകുമ്പോൾ നമ്മൾ കാണും. ചെളി തിന്നാണ് ഇങ്ങനെ കിടന്നത്. അത് കണ്ടോ, അത് വഴി ഓടുന്നു. ഞാൻ വിശർത്ത് കുളിച്ചിരിക്കുക വന്നപ്പോൾ തൊട്ട് പറമ്പില്ല. ചെറിയൊരു സാധനം ഉണ്ടല്ലോ. ആണോ? കണ്ടോ? ആ അത് ഇതല്ലേ, എന്നായിരുന്നു? തിലോപ്പിയാണോ? വരാൽ. അങ്ങോട്ടിട്ടോ. ആ, രണ്ടാമത്തെ മീൻ കിട്ടി. ആണോ? ഒരെണ്ണം പക്ഷെ പുറത്തു പോയതോ? ആണോ? അത് ഇട്ടിരുന്ന വളർന്നേനെ.